വെൽക്കം ബാക്ക് ടു സുഹാനാസ് കിച്ചൺ. ചിക്കനിൽ പല വെറൈറ്റീസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ക്യാപ്സിക്കം കൊണ്ടൊരു ചിക്കൻ കറി വളരെ ടേസ്റ്റിൽ ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. 2 ക്യാപ്സിക്കം വാങ്ങിയാൽ മതി. ഇത് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സിമ്പിൾ കറിയാണ്. നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഞാനിതാ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കന് 2 ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ 2 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒരു ക്യാപ്സിക്കം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിതൊക്കെ ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയാൽ മതി. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓയിലാണ് വെക്കാറ്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കുക. പിന്നെ വലിയ ജീരകം ഒരു പിടി, 2 സ്പൂണ് വലിയ ജീരകം, ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. വലിയ ജീരകമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ഉള്ളി ഇവ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചക്കുത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്, ഇവയാണ് ഞാൻ പൊടികളായിട്ട് ഇട്ട് കൊടുത്തത്. ഇത് നിങ്ങൾക്ക് കുരുമുളക് അധികമാക്കിയിട്ട് മുളക് പൊടി കുറച്ചും ഉണ്ടാക്കാം. ഞാനിവിടെ മുളകിട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. കൂടുതലായിട്ട് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവയെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറി വരുന്നവരെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. അത് വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ചിക്കൻ ഈ മസാലയിലിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു പകുതി, ഒരു 1/4 വേവാകുമ്പോൾ ഞാൻ മാറ്റി വെച്ച ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ നിങ്ങൾ അവിടെ സ്റ്റാറാകും. ഇതെൻ്റെ ഉറപ്പാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.